Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Prayer Good start. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Ma'am, celebration. Celebration ആണ്. Start ചെയ്യാം ma'am. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. Okay, ma'am. Hi friends. നമ്മുടെ MT16 ജൂലൈ ബാച്ചിന്റെ റംസാൻ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പ്രയർ ആണ് ആൽഫിയ പ്രയർ പാടാനായിട്ട് ക്ഷണിക്കുന്നു. Hi, Assalamu alaikum, and good afternoon. ക്യാമറ ഓൺ ആക്കി. ഓക്കെ. ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا على دينك نجنا وانصرنا من كل آفات أنت مجيب دعواتي ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا نحن عبادك يا إلهنا. Thank you. ആദരണീയായ റോസ് മാം, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ ഓൺലൈൻ വേദിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ റംസാൻ ആഘോഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. കരുണ, ക്ഷമ, സഹനം എന്നിവയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന ഈ പവിത്ര മാസം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. വൈവിധ്യങ്ങളാൽ സമ്പന്നമായ നമ്മുടെ സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും വളർത്തുന്നതിനായി ഒരു മനോഹര അവസരമാണ് ഈ ആഘോഷം. ദൂരെ ഇരുന്നാലും ഈ ഓൺലൈൻ വേദി നമ്മെ ഒരുമിച്ച് കൂട്ടി സ്നേഹവും സാഹോദര്യവും പങ്കിടാൻ സഹായിക്കുന്നു. മതഭേദമില്ലാതെ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനസ്സുകൾ വളരട്ടെ എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി നിമ്മി റനോയെ ക്ഷണിക്കുന്നു. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ ഗസലായി പാടും നീരാവേറെ ആ ഓർമ്മകൾ ഇശലിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈവനിൽ വീണടിയും പൂവൊരു നാൾ പാഞ്ഞിടുമീ തേൻപുഴയാ നീയകലേ സാഗരമാ അസമുള്ള ഗന്ധമോടെ മൊഹബത്തു ചൊല്ലിടേണം മുളക്കുഴി കവിളൊന്നു തൊടുത്തിടേണം സുറുമകൻ തുമ്പിനാലെ അനുരാഗമേതിടേണം അരുമയായി
കുറുകുവാനടുത്തിടേണം നാണം തോൽക്കുമേതോ മോഹം പൂവിടുമ്പോൾ രാവും തീർന്നിടുമ്പോൾ മിഴിയുണരാം ഏഴാമ്പറിന്റെ ഓളങ്ങൾ പുൽകിടണം റംസാൻ രാവിന്റെ ചേലൊത്ത പെണ്ണാവണം ഓരിതളായി ഈവനിൽ വീണലിയും പൂവൊരു നാൾ മാഞ്ഞിടുമീ തേൻപുഴയായി നീയകലേ സാഗരമായി വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നുവോ നെഞ്ചകമേ പൊള്ളിടുമാ മീനൽ പാരി പെയ്തലിഞ്ഞു പോകുമോ ഗസലായി പാടുന്നീരാവേറെ ആ ഓർമ്മകൾ ഇശലിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈവനിൽ വീണടിയും പൂവൊരു നാൾ മാഞ്ഞിടുമീ തേൻപുഴയാൽ നീയകലേ സാഗരമാ. താങ്ക് യു നിമ്മി, നല്ല സോങ് ആയിരുന്നു കേട്ടോ. ആൽഫിയയ്ക്കും പ്രത്യേക നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ആൽഫിയ പ്രയറും അല്ല എന്ന് പറഞ്ഞു, അത് അറബിക്ക് അല്ല എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിമ്മി. അടുത്തതായിട്ട് ഒരു സ്പീച്ച് ആണ്, സുബിയെ ക്ഷണിക്കുന്നു. Hi everyone. Today's speech is all about Ramzan, right? And Ramzan is basically a Arabic word which means heart of dryness, and it's basically a 9th month of as per the Islamic calendar. ഒമ്പതാമത്തെ മാസമാ ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച്, ഇൻ വിച്ച് ഇത് റംസാന്റെ മാസത്തിൽ ബേസിക്കലി നമ്മൾ എന്തിനാ റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എല്ലാ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഓരോരോ റീസൺസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസ് പെർ ഇസ്ലാമിക് നോംസ് നമ്മള് കൂടുതലായിട്ട് ഗോഡിന്, നമ്മുടെ വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മൾ കൂടുതൽ അടുപ്പിക്കാനായിട്ട്, നമ്മളെ തന്നെ മീൻസ് ക്ലോസ് ആകാനായിട്ടാണ് നമ്മൾ റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് ബേസിക് റീസണാ നമുക്ക് ചാരിറ്റി, ക്ലോസ് ടു ദി ഗോഡ്. അതുകൂടാതെ നമ്മള് ചാരിറ്റി, ക്ലോസ് ടു ദി ഗോഡ്, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം കറക്റ്റ് ആക്കാനായിട്ട്, നമ്മളെ തന്നെ നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന മാസമാ റംസാൻ മാസം. അത് ബേസിക്കലി നമ്മള് നോയമ്പും മുസ്ലിം കൾച്ചറുടെ അനുസരിച്ച് അവർ നോയമ്പും കാര്യങ്ങളൊക്കെ കൂടിയാ ഈ റംസാന്റെ മാസം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക റംസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കേൾക്കും, റംസാൻ കഴിഞ്ഞിട്ട് ഇവർക്ക് നല്ല നോയമ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഇവർ രാവിലെ നേരം വെളുക്കുന്ന മുമ്പേ കഴിക്കും, അത് കഴിഞ്ഞിട്ട് നേരം മൊത്തം ദിവസം ഫാസ്റ്റിംഗ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മള് നല്ലപോലെ ഇഫ്താരി ചെയ്തിട്ട് നോയമ്പ് മുറിക്കുക ചെയ്യുന്നത് നോർമൽ പതിവായി എല്ലാവർക്കും അറിയുന്നത്. ഇത് എന്തിനാ പക്ഷെ റംസാൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇത് ബേസിക്കലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ മാസത്തിലും ഇവരുടെ മീൻസ് നമുക്കൊരു ഏഞ്ചൽ, ഇവരെ മീൻസ് പ്രോഫിറ്റിന്റെ അടുത്ത് ഒരു ഏഞ്ചൽ വന്നിട്ട് ആദ്യമായിട്ട് ഖുറാന്റെ വേർഡ്സ് പറഞ്ഞതാ ആ മാസമായി ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാ ആ മാസം മീൻസ് ഖുറാന്റെ തുടക്കം ഇട്ടത് ആ മാസമാ നമ്മൾ റംസാനായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
റംസാൻ ബേസിക്കലി നമ്മള് മുസ്ലിംകളുടെ കൾച്ചറുടെ അനുസരിച്ച് ഇവര് ഇഫ്താരി ഉണ്ട് ഇവർക്ക്. അതുകൂടാതെ 5 ടൈംസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇവരെ പ്രോപ്പർ നമ്മള് നോയമ്പിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മൊത്തം കാര്യങ്ങൾ 5 ടൈംസ് പ്രെയർ എല്ലാം ഇവർ പ്രോപ്പർ ആയിട്ട് ചെയ്യും. ബിക്കോസ് നമ്മൾ ബാക്കി കൾച്ചറുടെ അനുസരിച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ ബാക്കി ട്രഡീഷൻസിനകത്ത് ഇത്രേ ഡെഡിക്കേറ്റഡ്ലി ഇത്രേ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യത്തില്ല. പക്ഷെ മുസ്ലിംസിന് വെരി സ്ട്രിക്ട്ലി ദേ ഫോളോ ദെയർ fastings. In their fastings, they in fact don't swallow the saliva which comes. അപ്പം I believe എല്ലാവർക്കും ബേസിക് മീനിങ് റംസാന്റെ മനസ്സിലായി കാണും. Basically a festival of joy, peace and harmony. That's it. Thank you. താങ്ക് യു സുബി ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. എല്ലാവർക്കും എനിക്കും അറിയത്തില്ലായിരുന്നു റംസാനെ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് റംസാനൊക്കെ ആഘോഷിക്കുന്നതും ഹസ്ബൻഡ് നോമ്പൊക്കെ എടുക്കുന്നതും. അതിനെപ്പറ്റി എനിക്ക് അങ്ങനെ അറിവേ ഇല്ല. എങ്കിലും കുറച്ചൊക്കെ അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അടുത്ത നമുക്കൊരു ഗെയിം കളിക്കാം. എല്ലാരും ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ഗെയിം കളിക്കാം. ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കും. ആ ഇമേജസ് ഫിലിമിന്റെ സോങ് ആണ്, കണ്ടുപിടിക്കണം. ഓക്കെ, സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. പേര് പറഞ്ഞിട്ട് ഉത്തരം പറയണേ. ഓക്കേടാ. ഓക്കെ, സ്ക്രീൻ കാണാവോ എല്ലാവർക്കും? കാണാം. ആരാന്ന് വെച്ചാ നല്ലോണം പാടട്ടെ ആ പാട്ട്. ആരാ എനിക്ക് കാണാൻ പാടിയത്? മധുവിധുരാത്രികളിൽ ദിവ്യാണോ? എടാ പേര് പറഞ്ഞിട്ട് പാട്ട് പാട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ എടാ, കറക്റ്റ് ആണ്. അടുത്ത കാണിക്കാവേ. സെക്കൻഡ് സോങ് കണ്ടുപിടിച്ചോ? പറക്കൂടെയായി മുഖം മറിക്കും മാനല്ല. ഇതാരാ പറഞ്ഞേ? പ്രീതി. വീഡിയോ ഓൺ ചെയ്യോ? വീഡിയോ ഓൺ ചെയ്താ പാട്ടൊന്ന് പാട്. പാട്ട് ഏതാന്ന് മനസ്സിലായി? പാട്ട് പാടാൻ അറിയില്ല, മോനെ ഉറക്കി. മോനെ ഉറക്കിയതാ വീഡിയോ ഓൺ ആക്കാത്ത. അല്ല, പാട്ടൊന്ന് പാടോ? വീഡിയോ ഓൺ ചെയ്യണ്ട. ഞാൻ പാടിയാ മതിയോ മതി ചേച്ചി? ആ, ഏത് പാട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. പാടു പാടു. മറക്കുടയായി മുഖം മറയ്ക്കും മാനല്ല. ആ, എല്ലാരും പാട്, എനിക്ക് പാട്. നെക്സ്റ്റ് സോങ് കുരുമ്മ കൊടുത്ത കാമുകനെ ഉത്തരം കറക്റ്റ്. അത് പാടിയത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലുബിന എന്താ പാടിയത്? ഓക്കെ ഓക്കെ, കറക്റ്റ് ആട്ടോ. നെക്സ്റ്റ്. വട്ടയിലെ പന്തലിട്ട് പൊട്ടി തൊട്ട് നീരുന്നു. കറക്റ്റ്. സിനിമ ഏതാണത്? അതേ യാത്രക്കാരന്റെ ശ്രദ്ധ. ജയറാമിന്റെ യാത്രക്കാരുടെ ശ്രദ്ധിക്കത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, നെക്സ്റ്റ് ഇത്
ടീച്ചർക്കും പങ്കെടുക്കാട്ടോ ഞങ്ങളുടെ കൂടെ. ചക്കര എല്ലാവർക്കും പറയാവോ? ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണെ കത്തല്ലേ? ആ കറക്റ്റാ. അത്ഭുത ദേവി. ഓ, ഒരെണ്ണമെങ്കിലും പറയാൻ പറ്റിയല്ലോ. ഓക്കെ നെക്സ്റ്റ്. പാലാപ്പള്ളി തിരുപ്പള്ളി അതാണോ? പാട് കേക്കണില്ല ബാത്റൂമ. പാലാപ്പള്ളി തിരുപ്പള്ളി അതാണോ പാലാപ്പള്ളി തിരുപ്പള്ളിയാണോ? ആ അതെ അതെ അതെ. അതാരാ പാടിയേ? അത് ഹിസ്സ. ഹിസ. ഞാനാ പാടിയത്. അതിനു മുമ്പ് വേറെ ആരോട് പാടി, വോയിസ് കേട്ടില്ല. നിമ്മി പാടി പക്ഷെ വോയിസ് കേട്ടില്ല. എന്താണ്? ആ വോയിസ് കേട്ടില്ല. ഓക്കെ നെക്സ്റ്റ്. സ്നേഹദൂതർ അതാവില്ലല്ലോ, ദേവന്റെ ഫോട്ടോ അല്ലേ? കറക്റ്റാണോ? ആ അതെ അതെ, മറ്റേ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി. ആരാടാ പാടിയ? ആരാ പാടിയേ? ഞാനാ പാടിയേ. സമീറ. സമീറ. ആ ഓക്കെ. ഇനി ലാസ്റ്റ് വണ്ണേ. ഒന്നിൽ കുടിച്ചു നിന്നു ചന്ദ്രികാവസന്തം. നിമ്മിയാണോ? പേര് പറഞ്ഞിട്ട് പാടണോട്ടാ, അല്ലെങ്കിൽ കൺഫ്യൂസ് ആവും ഞാൻ. നിമ്മിയും പിന്നെ വേറൊരു കുട്ടിയും പാടിയായിരുന്നു. അതിന്റെ പേരെന്താ? ലുബിന. രണ്ടുപേര് പാടിയേ. ആ ഓക്കെ ഓക്കെ. എടാ കറക്റ്റാ കേട്ടോ. ആ കഴിഞ്ഞോ? ലാസ്റ്റ്. ആ ഓക്കെ ഓക്കെ കഴിഞ്ഞേ. ആ ഇനി ദിവ്യ ഉണ്ട് ഇതിന്റെ ഇതായിട്ട്. ദിവ്യ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട് ഈ ഗെയിമിന്റെ ഇതായിരിക്കാം. എല്ലാവരും റെഡി ആയിരിക്കുക. ഉത്തരം ചാടി ചാടി പറയാ. സമ്മാനം സിനിമ പേരാണ് പറയണേ. പേര് പറഞ്ഞിട്ട് പറയണേ. ഹലോ കേക്കാവോ? ഞാൻ ആക്ഷൻ കാണിക്കും, പറയണേ. മുമ്പിൽ വെച്ച് കാണാൻ പറ്റണില്ല. കപ്പ്യാരെ കുട്ടമണി. ആരാ പറഞ്ഞ? ലുബിന. നെക്സ്റ്റ്. കെട്ടിയോ? ആ പറഞ്ഞോ. കെട്ടിയോൾ. ആരാ സിനിമ? ആരാ പറഞ്ഞ? കെട്ടിയോളാണ്. ഓക്കെ. എനിക്ക് അവിടെ പഴയ ഒരു സിനിമയാണ്. കിട്ടിയോ? ഫസ്റ്റ് വേർഡ്. നിദ്ര. നിദ്ര. മയക്കമാണോ? എവിടെയാണെന്നോ? ഇപ്പൊ ഉറങ്ങിയതോ? ഉറക്കം എന്നാണോ മയക്കം എന്നാണോ നിദ്ര എന്നാണോ? സാധനം കാണിച്ചണ്ട? എന്തോ എടുത്ത് കാണിച്ചു കൊടുത്ത്. തലയണ മന്ത്രാണോ? ആ അതെ അതെ. സോറി.
കാണാൻ പറ്റാനുള്ള വീഡിയോ കാണാനുള്ളടാ പൊക്കി കാണിക്കേ. വെള്ളരി പ്രാവിന്റെ ചങ്ങാതി. ഓക്കെ, ഇത്രയുള്ള. ഇനി ഞാനുണ്ട്. ഈ സാധനത്തിൽ കാണുന്നുണ്ടോ? ഇതിലെ ഒരു പാട്ട് എല്ലാരും കൂടി പാടിക്കാൻ തീരുമാനിച്ചിട്ട്. വാഴ സിനിമയിലെ പാട്ട് പാടാം എല്ലാരും കൂടി. പാട്ട് ഓർമ്മയുണ്ടോ? വീഡിയോ ഓഫാണ്. ഒരു കായ് തരാമോ? സൗണ്ട് എന്തെങ്കിലും ഒരാള് പാടാവോ? ഭയങ്കര ഫ്ലാഷ് ആയിരിക്കണം. കേക്കണില്ല, മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ ലുബിന. എനിക്ക് ഫുൾ അറിഞ്ഞൂടാ. കുഴപ്പമില്ല എല്ലാവരും ആ പാട്ടൊന്ന് പാടാം. അടിപൊളി പാട്ടല്ലേ അത്? ലാ 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 ലാ. ആ പാട്ടൊന്ന് തുടങ്ങിയേ. വീഡിയോ കട്ടായി പോണേ. ഓക്കെ, അടുത്ത സിനിമ കാണിക്കട്ടെ. നോട്ട്ബുക്ക്. ഒരു പാട്ട് പാടാം. നോട്ട്ബുക്കില് പാട്ട്. ആ സിനിമയിലെ ഒരു പാട്ട്. ആരോ മറന്നോട്. കേട്ടോ? ഹിസയുടെ ഒന്നും സൗണ്ട് കേൾക്കണില്ല. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ അവിടെ. ഞാൻ അതില് പാട്ട് സെലക്ട് ചെയ്ത് ചെയ്താന്നറിയാവോ? ചങ്ങാരി കൂട്ടം വന്നേ കൊട്ടും പാട്ടുവായി. ആ പാട്ട് പാട്. കൂട്ടം വന്നേ കൊട്ടും പാട്ടുവായി. ബാക്കി ഞാൻ പാടുത്തല്ലോ. കാണാത്ത ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഫീലിങ്സ് അല്ല എന്നെ അടുത്തത്. പിന്നെ അടുത്ത കാണിക്കായേ. പറ്റണ്ട ഒരു പൊടി. അതെന്തോ? ഇതൊരു പൊടിയാണ്. ഉപ്പാണോ? ഒരു ഫിലിമിന്റെ പേരുണ്ട്. അതിന്റെ ഒരു സിനിമ പാട്ട് പാടാവോ? സിനിമ ചോരോ നിന്റെ മുത്താരം മുല്ലപ്പൂ ചിരിയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? തിരിച്ചോട്ടെ. അത് സോൾട്ട് ആൻഡ് പെപ്പറിലെ സോങ് ആണ്. കേൾക്കാൻ വേണ്ട. സോൾട്ട് മാംഗോ ട്രീയാ. ധൃതി പിടിച്ച് ഞാൻ റെഡിയാക്കിയതാ. ഇത്തിരി മണ്ടത്തിലൊക്കെ പറ്റും. പിന്നെ തോട്ട് വേണ്ടോട്ട് പാട്ട് പാടിയ അറിയില്ല. ബിജു മേനോനാണ് അഭിനയിച്ചേക്കണത്. ബിജു മേനോൻ. ആരെങ്കിലും ഒക്കെ പാടും. ഓർത്ത് നോക്കും. മെമ്മറി വർക്ക് ചെയ്യട്ടെ. അയ്യോ ലുബിന കേൾക്കണില്ല. അതന്നെ പാട് അതന്നെ കറക്റ്റാ. ഇതിലൊക്കെ വോയിസ് ഇന്നാരം ചൊല്ലുന്ന കാറ്റേ, ഇന്നാരം ചൊല്ലുന്ന കുയിലേ, കാറ്റുമേലഞ്ചാറ പൂപ്പൻ കാടികൾ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. അതെ, അതിന്റെ ഇടയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണേ. ഞാൻ എടുക്കാൻ പോയിട്ടൊന്നും റെഡി ആവണില്ല. എല്ലാവരുടെയും ഫേസ് ഒക്കെ കിട്ടുമല്ല.
പിന്നെ അടുത്ത സിനിമ കാണിക്കായേ. ചെമ്പരത്തി കമ്മലിട്ട്. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള. ഓക്കെ, സിനിമയുടെ പേരറിയാവോ? മാണിക്കല്. മാണിക്കല്ല്. മാണിക്യക്കല്ല്. മാണിക്കല്ല്. ആരൊക്കെ അഭിനയിച്ചേക്കണേ? ഓക്കെ, എന്റെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മളാണോ? അടുത്തായിട്ട് നമ്മുടെ ലുബ്ന ഒരു പാട്ട് പാടും. പറയുന്നത് കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആയി പോകുന്നതില്ലല്ലോ. നേരത്തെ ബ്രേക്ക് ആവുന്നുണ്ട്. ഞങ്ങൾ എല്ലാരും മ്യൂട്ട് ചെയ്യണോ ഇനി? എന്നാലേ നല്ലോണം കേൾക്കുള്ളാന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇടക്ക് കേൾക്കണില്ലടാ. ആദ്യം പറഞ്ഞപ്പോ കേട്ടില്ല. ഞങ്ങൾ മ്യൂട്ട് ചെയ്യാട്ടാ. ഓക്കെ, തുടങ്ങിക്കോ. ഞാനൊരു മാപ്പിളപ്പാട്ടാണ് പാടുന്നേട്ടാ. ലബ്ബൈക പാടുന്നു ജനകുടിയടങ്ങലും ഉടയോടടുക്കുന്നു ലക്ഷ്യം നീ വാദത്തിൽ. സോറി, പെട്ടെന്ന് എല്ലാം കൂടി പോയി. റീടേക്ക് ചെയ്യൂ, റീടേക്ക്. ഒരു മിനിറ്റ്. ഓക്കെ. ലബ്ബൈക പാടുന്നു ജനകൂടിയടങ്ങലും ഉടയോടടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിതുറങ്ങും ഉള്ളു തുടിച്ച് കൊതിച്ച് രസിച്ച് ജയിച്ചു മതിച്ച് മൊത്തം പോയി. എനിക്ക് കിട്ടുന്നില്ല. മൊത്തം കൺഫ്യൂഷൻ. ആണോ? ഞാൻ ലിറിക്സ് എടുക്കട്ടെ. ഞാൻ പഠിച്ചു വെച്ചതായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നപ്പോ കംപ്ലീറ്റ് പോയി ലിറിക്സ്. ഞാൻ ഒന്ന് ലിറിക്സ് എടുത്തോട്ടെ. ഇപ്പൊ പാടാം. പാടാന്ന് പറഞ്ഞ ആളോടെ പോയി. ലുബ്ന സെറ്റല്ലേ? ഓക്കെ, എനിക്ക് പെട്ടെന്ന് ലിറിക്സ് ഒക്കെ കഴിയുന്നു. അത് കുറച്ച് സ്പീഡുള്ള പാട്ടായതുകൊണ്ടേ. ലബ്ബൈക പാടുന്നു ജനകൂടിയടങ്ങലും ഉടയോടടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടു നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോട്ട് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉദിവിക നടത്തിടുന്നേ അൽബിൽ പെരുത്ത മുഖത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനേ ഗുണം പൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൂടിയടങ്ങലും ഉടയോടടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ ഒരുക്കത്തിൽ ഒരുക്കി കൊടുതി നടക്കും
ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ചു മതിച്ചുടലോർത്തു രസിച്ച് പതിമക്ക തടിത്തിടുന്നേ റബ്ബിൽ ഉദിപിത നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനെ ഗുണം പൂണ്ടാനേ പല ദേശം പല ഭാഷ പല വേഷമാനീതം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം പല ദേശം പല ഭാഷ പല വേഷമാവീടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം അഖിലരുകളിലുകൾ വിളിച്ചുള്ള വിളിക്കട്ട് അതിർപ്പത്തിൽ ദാബിയത്തിൻ വചനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വിളിച്ച് നിറച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് മിണ്ടാനെ ഗുണം പൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനകൂടി അടങ്ങലും ഉടയോട് നടക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ ഒരുക്കത്തിൽ ഒരുക്കിക്കൊണ്ടു ദിബേറ്റ് നടത്തും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉദിബേറ്റ് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനെ ഗുണം പൂണ്ടാനേ സ്വപമർവക്കിടക്കവൻ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി സ്വപമർവക്കിടക്കവൻ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി സ്മൃതികളിൽ പകരുന്ന ജലചന്ത കുടിച്ച് സുബ്ഹാനി തസ്ബീഹും തക്ബീറും ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് മിണ്ടാനെ ഗുണം പൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനകൂടി അടങ്ങലും ഉടയോടൊടുക്കുന്നു ലക്ഷ്യം നീരാഹിന്റെ ഒരുക്കത്തിൽ ഒരുങ്ങിക്കൊണ്ടു ദിബേറ്റ് നടത്തുന്നു ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉദിബേറ്റ് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനെ ഗുണം പൂണ്ടാനേ അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോടാ. താങ്ക് യു. അടുത്തതായിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് കുറച്ച് മാപ്പിളപ്പാട്ടുകൾ പ്രിയ കൂട്ടുകാരെ വേദിയിലേക്ക് മാപ്പിളപ്പാട്ടുകൾ. ലുബ്ന, പ്രസീത, വിദ്യ, ഹിസ. മൈക്ക് ഓൺ ചെയ്യേ. വീഡിയോ ഓഫ് ചെയ്യട്ടെ? വീഡിയോ ഓഫ് ചെയ്യണ്ട. എല്ലാരും കാണണ്ടേ? ഇവിടെ നിങ്ങൾ 4 പേര് വീഡിയോ ചെയ്തിട്ട് ബാക്കിയുള്ളവരെല്ലാം ഓഡിയോ ഓഫ് ചെയ്യും. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ 4 പേര് വീഡിയോ ഓഡിയോ ഓഫ് ചെയ്ത് ബാക്കിയുള്ളവരായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. പ്രസീതയുടെ മ്യൂട്ടാണ്. പ്രസീത പാടണ്ടോ? അല്ലടാ, അപ്പൊ ഓരോരുത്തരായിട്ട് അതുവരെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ആ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാം. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ,
കല്ലാകുടയവനേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ കല്ലാകുടയവനേ ശംസുൽ ഹുദാ മുസ്തഫ ഷറഫുൽ ബഷീർ ഹുദാ ശംസുൽ ഹുദാ മുസ്തഫ ഷറഫുൽ ബഷീർ ഹുദാ റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ മഹിൽ മഹാസീൻ എന്ന് മഹിമഴം സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ട് ഒരു കണിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല് മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി നേവുന്ന മതിമുഖിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാല് ഒട്ടിയുടെ വീട്ടുയരത്തിൽ മലയോ മരുഭൂമി വിലസിടുന്നു തൊടുത്ത സൈത്തോൻ മരത്തിന്റെ കനികളും കിളികളും ചൂടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും ആ സംഗൃത പമകരി തങ്കത്തുങ്കട്ടതിങ്കിന തിങ്കൃത തിമികിടമേ നഗരം ധരി സരിഗമ തക്കിടത്തില്ല എന്തിനി പാടങ്കൃത മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ തുരുത്ത് മഹർമാല എടുത്ത് മധുമതിയാം മണിമങ്ക കിണങ്ങുവാൻ മണവാളനിക വരുന്നേ മലർമേടിയിൽ കനവുകൾ തൊടുത്ത് തളർമാനം തൊടുത്ത് തുകിൽ നുറിഞ്ഞൊടുത്ത് മണമിയലും മരക്കകം തന്നിൽ പുത്തൻ മണവാട്ടി കുണുങ്ങി നിന്നേ കാണാക്കിനാവൊത്തിരി ഇന്ന് കാട്ടിത്തരും പെൺമണി കാണട്ടെ നിൻ പുഞ്ചിരി അവൻ കേൾക്കട്ടെ തൂമഞ്ചരി കൊഞ്ചും പെണ്ണെ മുഞ്ചനൊരുത്തൻ നെഞ്ചിൽ കൂടാറായി കാഞ്ചനമോളെ കാഞ്ചമരാഗം നെഞ്ചിൽ പാടാറായി കൊഞ്ചും പെണ്ണെ മുഞ്ചനൊരുത്തൻ നെഞ്ചിൽ കൂടാറായി കാഞ്ചനമോടെ കാഞ്ചനാമം കൊഞ്ചിപ്പാടാറായി കാണാക്കിനാവൊത്തിരി ഇന്ന് കാട്ടിത്തരും പെൺമണി കാണട്ടെ നിൻ പുഞ്ചിരി അവൻ കേൾക്കട്ടെ തൂമഞ്ചരി കടക്കണ്ണിൻ മൂല കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പെണ്ണാളെ എന്നെ പിടിക്കുന്ന കരനുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നൂലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ ആരെ എന്നെ പീഡ പോലെ കുണുങ്ങി നീ നടക്കും ആരളിപ്പൂ മിഴി കൊണ്ട് കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കണലാട്ടം പെണ്ണെ അടിവെച്ചു കുഴഞ്ഞടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം മനുഷ്യനെ കറക്കണ വിളയാട്ടം പരിമുഖത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ പരിമുഖത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ കുതിസിലെ മയിലല്ലേ മർഹബയ നൂർ ഹൈനി മർഹബയ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ 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 കണ്ടാൽ കൊതി കൊണ്ട് കരട് തുടിക്കുന്ന കലമാഞ്ഞിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരട് തുടിക്കുന്ന കലമാഞ്ഞിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജവാത്തി
അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള ാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അതരാലയത്തിലെ സ്വർണ്ണ ചഷകത്തിൽ അതിക്കുറുക്കി വച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തി മനസ്സിന്റെ ഉള്ളിൽ ഒളിയുന്ന മാണിക്യ മണിമുത്ത രാജാത്തി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത് ഈ അസുലഭ സുരഭിലനിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത് ഈ അസുലഭ സുരഭിലനിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം മോളെ പൊന്നുമോളെ മരണയാറായി താലി മണിത്താലി മാറിനണയാറായി മോളെ പൊന്നുമോളെ മരണയാറായി താലി മണിത്താലി മാറിലണയാറായി കവിളത്ത് മിനുമിനുക്കം മറുകൊണ്ട കറുകറുത്ത കണ്ടാലോ വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് കവിളത്ത് മിനുമിനുക്കം മറുകൊണ്ട കറുകറുത്ത കണ്ടാലോ വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് തങ്കത്താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമ ഇന്നെ തേടി എത്തുമല്ലോ മധുവി കൊണ്ടാടുവാൻ തങ്കത്താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമ ഇന്നെ തേടി കൊണ്ടാടുവാൻ മോളെ മരണയാറായി താലി താലി മരണയാറായി സീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക താലിക്ക് നിൽക്കാത്ത ചിരിയാണ് മുഞ്ചുള്ള മരനെ മംഗലം നേരുവാൻ പുരുഷാരം കൈകൊട്ടി പാട്ടാണ് സീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക താലിക്ക് നിൽക്കാത്ത ചിരിയാണ് മുഞ്ചുള്ള മരനെ മംഗലം നേരുവാൻ പുരുഷാരും കൈകൊട്ടി പാട്ടാണ് കണ്ണഞ്ചും അലങ്കാര വെള്ളി വിളക്കുകൾ കത്തിത്തിളങ്ങുന്ന രാമാണ് ചുറ്റിലും തൊഴികൾ ഒപ്പന പാടി മംഗളം കൊണ്ടാടും രാമാണ് മംഗളം കൊണ്ടാടും രാമാണ് ചേച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലിനി കണ്ണ് പൊത്തണ ഹാലാണ് കണ്ണ് പൊത്തണ ഹാലാണ്. പ്രസീതനെ കാണുന്നില്ലല്ലോ. ഓക്കെ, ഞാനതിന്റെ ബാക്കി വിടാം. മധുവർണ്ണ നറുനിലാപ്പൂ ലങ്കിമാറിയൊന്നോളെ ലങ്കി മാറിയൊന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി 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 മാറിയപ്പോളെ ലങ്കി 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 മാറിയപ്പോളെ ലങ്കി 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 മാറിയപ്പോളെ ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതാ ആഡംബരങ്ങൾ കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃതങ്ങൾ ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതാ ആഡംബരങ്ങളും കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃതങ്ങൾ
ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചൂണ്ടിയെറിഞ്ഞൊരു മുക്കുവനാണ്. കടലാഴത്തട്ടിലെ മുത്തിനെ ഹാസ്യലാക്കണ മുത്തിവനാണ്. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചൂണ്ടിയെറിഞ്ഞൊരു മുക്കുവനാണ്. കടലാഴത്തട്ടിലെ മുത്തിനെ ഹാസ്യലാക്കണ മുത്തിവനാണ്. വോയിസ് കട്ടായി പോണ്ട് കേട്ടോ ലുബിനയുടെ, എന്താന്നറിയില്ല. പിന്നെ അടിപൊളിയായിട്ട് പാടിയുടെ ഭംഗിയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തു എല്ലാം പാടി, ഇടയ്ക്കൊന്ന് കട്ടായോണ്ടൊന്ന് പറഞ്ഞ എന്താന്നറിയില്ല. ലുബിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഹിസ്സ നിന്റെ ഫേസ് കാണണില്ല. ശ്രദ്ധിച്ചിരിക്കുന്നു. പിന്നെ വേറെ വല്ല പരിപാടി ഉണ്ടോ ചിക്കൂന്? ഉണ്ട്. വേറൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ടില്ല നമ്മള്. നമ്മുടെ മഞ്ജു രാജേഷ് അത് പറയണേ. ഓക്കെ. അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. നമ്മുടെ ക്ലാസ്സിലെ ബിൻസിയുടെ മോളുടെ ഒരു ഡാൻസ് ആണ്. ദിയ കുട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു. ദിയ, നമ്മൾ ക്യാമറ ഒരുങ്ങി നിന്ന ആളെ കാണുന്നില്ലല്ലോ. ദിയ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കണ്ടായിരുന്നല്ലേ? ഓക്കെ വെച്ചോ. ഇവിടെ ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തേക്ക് കേട്ടോ, അപ്പൊ നന്നായിട്ട് കേൾക്കാനും പറ്റും. ഒരു മിനിറ്റ് സൗണ്ട് കേൾക്കാണ്ട് വെക്കട്ടെ. ഓക്കെ നോക്കട്ടെ. ാൻ
സൂപ്പർ സൂപ്പർ. ദിയ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ റംസാന്റെ പ്രോഗ്രാം ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് ആൽഫിയ ഞാൻ പറഞ്ഞ പ്രെയർ പാടി. താങ്ക് യു സോ മച്ച്. പിന്നെ സോങ് പാടിയതും ഗെയിം കളിച്ചതും ഈ ഫുൾ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം നമുക്ക് നൽകിയ ഫസ്റ്റ് റോസ് മാമിന്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നു. അതുപോലെ സ്മാർട്ട് ശ്രീ കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവരെ അവരുടെ കഴിവുകൾ വെളിയിൽ കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഇങ്ങനെ മറച്ചു വെച്ച് ഇങ്ങനെ എല്ലാവരും പുറകോട്ട് നിൽക്കുകയായിരുന്നു. ആ പുറകോട്ട് നിന്നവരെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇങ്ങനൊരു അവസരം തന്ന മാമിന്, സ്മാർട്ട് ശ്രീക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും പിന്നെ പ്രത്യേകിച്ച് ദിയമോക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ റംസാന്റെ ആഘോഷങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഒരു മാം. കാര്യം പറയാണ്ട്, നമ്മുടെ എല്ലാരും അറിഞ്ഞാന്നറിയില്ല, റോസ് മാം അറിഞ്ഞാന്നറിയില്ല, മഞ്ജു രാഗേഷ് പ്രസവിച്ചു. ബോയാണ്. അത് ഡേറ്റ് ഒക്കെ വേറെ ആരൊക്കെ പറയണം, എനിക്കറിയില്ല. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു. ഇന്നലെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, സിസേറിയൻ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അത് നമുക്കൊരു വലിയ സന്തോഷ വാർത്തയാണ്. ഇന്നലെ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ കയറി പറയാൻ പറ്റിയില്ല, എന്തോ തിരക്കിലായി പോണ്ട്. മിസ്സേ, പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു കേട്ടോ, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. മിസ് എന്താ ക്യാമറ എവിടെ പോയി? മിസ്സിനെ കണ്ടില്ലല്ലോ. ഫോട്ടോ എടുക്കായിരുന്നു. എല്ലാരും മിസ്സിനെ വെച്ചൊരു ഫോട്ടോ എടുക്കണ്ടേ? മിസ്സിനായിട്ട് ഭാഗ്യം എല്ലാ പരിപാടിക്കും ബിൻസി മോളൊക്കെ വാ. ആഹിസ ഇത്തിരി കുഞ്ഞിരുന്നു, നിന്റെ ഫേസ് ശരിക്കും കിട്ടല്ല. എന്റെ കിട്ടണ്ടല്ല അല്ലേ? കിട്ടണ്ട്. ഇരിക്കി എല്ലാരും വന്നിരിക്കി, ഓടി വാ. വാ മോള് വാ, എല്ലാരും വാ. മഞ്ജു രാഗേഷ് ഇത് ശരിക്കും മിസ് ചെയ്യും, പാവം. എന്തായാലും അവള് ഹാപ്പി ആയിരിക്കും അല്ല? നിത്യ ഫോട്ടോ എടുത്തോ. ഓക്കെ, ചിരിച്ചിരുന്നു. എല്ലാം എടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടേക്കാം. മാം, ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് ഗെയിംസ് ആണ് ഇഷ്ടപ്പെട്ടത്. ആരാണ് ഗെയിം ഉണ്ടാക്കിയത്? ആരാണ്? ചിക്കുന്റെ ആണോ? എന്റെ ഗെയിം ഉണ്ടായിരുന്നു, മഞ്ജുന്റെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടും. ഞാൻ സിനിമ പാട്ട്, മഞ്ജു സിനിമ പേര്. ഞാൻ ഐഡിയ കൊടുത്തത്. അതല്ല, വെറൈറ്റി ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗെയിംസ് ആണ്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉൾവലിയുന്ന പ്രകൃതമായതുകൊണ്ട് എല്ലാവരും പക്ഷെ നന്നായിട്ട് ചെയ്തു. എല്ലാവരും ഞങ്ങള് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കണവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് എല്ലാരും ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് നോക്കി. ഞാനിതില് ഇത് സിമ്പിൾ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ആയിരുന്നു.
കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വിഷുവിന്റെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാലോ, നമുക്ക് ഇനി വിഷു വരുന്നുണ്ട്. ഈസ്റ്റർ, വിഷു ഒക്കെ. അത് ഓരോ ആഘോഷങ്ങൾ മാത്രം. അതെ, നമ്മൾ പഠിപ്പായി കഴിഞ്ഞപ്പോ ഈസ്റ്ററിന് മാമിന്റെ പ്രത്യേകം പ്രോഗ്രാം വേണം. എല്ലാ പ്രാവശ്യം എന്താണ് ഈസ്റ്ററിന് എന്താ പരിപാടി? നമുക്ക് എന്താണ് നോമ്പ് വീടലല്ലേ അല്ലേ? എനിക്ക് നോൺ വീഡിയോയിലുണ്ട്. പിന്നെ പള്ളി ഒരു മാർഗം കളി ആയിക്കോട്ടെ എന്നാ. തോലം വെച്ചിട്ടാ എല്ലാ പ്രാവശ്യം മാം നമ്മൾ തന്നെ അല്ലേ പിള്ളേരല്ലേ ചെയ്യുന്നത്. ഈ ഈസ്റ്ററിന് മാം ഒരു ഡിഫറെന്റ് ആയിട്ട് മാം നമുക്ക് വേണ്ടി ഒരു പരിപാടി മാത്രം ചെയ്താൽ മതി, ഏതെങ്കിലും ഒരെണ്ണം. കോൺവെക്കേഷൻ എല്ലാവരും വരില്ലേ? വരുമോ? യെസ് മാം. ആ, മാം അന്ന് പിന്നെ പൊതുവെ മാം എല്ലാ കോൺവെർസേഷനും ചെയ്യുന്നതാ, വീഡിയോക്കകത്ത് നമ്മൾ കാണാനുണ്ട്. പക്ഷെ ഈസ്റ്ററില് നമ്മളുടെ MD16 ഗ്രൂപ്പിനകത്ത് ചെയ്യാനാ പറഞ്ഞത്. എന്താ ചെയ്യ ഈസ്റ്ററിന് എന്താ പരിപാടി? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പരിപാടി സമയമുണ്ട് മാം ആലോചിച്ചു. സുബി വെച്ചിട്ടോണ്ട് സുബി മിസ്സും കൂടി ഒരു പാട്ട് പാടിയാൽ മതി. ആ പാട്ട് പാടാം നമുക്ക്. അപ്പൊ പിന്നെ കാക്കം വേളന്ന് ഓർക്കും. കണ്ട കാര്യത്തോടടുത്തപ്പോഴത്തേക്ക് ആള് മുങ്ങണണ്ട മിസ്. അല്ല, ഞാൻ എന്റെ ബാച്ചിന്റെ കൂടെ ചെയ്യും. പക്ഷെ മാം മിസ്സിന്റെ ഭാഗത്തിന്, ടീച്ചേഴ്സിന്റെ ഭാഗത്തിന് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടിയേനെ. എനിക്കും പാട്ട് പാടാൻ മാമിന്റെ ഒരു പാട്ട്. അല്ലെങ്കിൽ മിസ് പുതിയ കഴിവും കൊണ്ട് വന്നാ മതി, പുതിയ കഴിവും കൊണ്ട്. വിഷുവിന് ചെയ്യാം. വിഷു ഈസ്റ്ററുടെ പരിപാടി ഒറ്റ ദിവസമല്ലേ? വിഷുവിന്റെയും ഈസ്റ്ററുടെ ഒറ്റൊരു ദിവസമല്ലേ? അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പോ ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു. എന്തായാലും ചിക്കു സൈൻ ഔട്ട് പറഞ്ഞായിരുന്നല്ലോ, ഇനി വേണ്ടല്ല. സൈൻ ഔട്ട് വേണ്ട. ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ ഹാപ്പി എന്താണ് ഈദല്ലേ? ഹാപ്പി ഈദ് ആശംസകൾ. ആ, ഓക്കെ.